ഇത്തവണത്തെ നോമിനേഷൻ കുറച്ചൊന്ന് കടുക്കും. അവിടെ സേഫായിട്ട് കളിക്കുന്നവരും അതുപോലെ തന്നെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റന്റ് ഒക്കെ ഇത്തവണ കുറച്ച് സേഫായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് 9 മത്സരാർത്ഥികളാണ്. 9 പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള മത്സരാർത്ഥികളാണ്. കുറച്ചു പേർക്ക് നെഗറ്റീവ്സും ഉണ്ടെങ്കിൽ പോലും ഈ 9 പേരും ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ആര് പുറത്തു പോകും എന്നുള്ള ചോദ്യം വളരെ വലിയൊരു ചോദ്യമാണ്. ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് പുറത്തു പോവുക എന്നുള്ള കാര്യം നമുക്കറിയാം. ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് അഭിഷേക് ഈ ആഴ്ച കൂടി ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ നമ്മുടെ പവർ റൂം നേരിട്ട് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെയാണ്. അപ്പൊ ജാസ്മിൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ അവരുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഗബ്രിയും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഗബ്രിക്ക് 5 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഗബ്രിയും ജാസ്മിനും ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഫാൻസ് ഇവർക്ക് 2 പേർക്കും വോട്ടുകൾ ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ 2 പേരും ഡേഞ്ചർ സോണിൽ തന്നെയായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുള്ളത് അൻസിബയ്ക്കാണ്. അൻസിബ 7 വോട്ടുകളാണുള്ളത്. പക്ഷെ അൻസിബയ്ക്ക് ആ വീട്ടിൽ നിൽക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല, ഗെയിം കളിക്കാൻ താല്പര്യമില്ല എന്ന് അൻസിബ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രേക്ഷകർക്ക് മറ്റുള്ള മത്സരാർത്ഥികളെ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ടും അൻസിബയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അൻസിബ റിയൽ ആയിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അൻസിബയെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് വോട്ടുകളും കിട്ടുന്നുണ്ട്. എന്തായാലും ഇത്തവണയും അൻസിബയ്ക്ക് 7 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ജിൻഡോയ്ക്ക് 7 വോട്ടുകളാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞ് ജിൻഡോനെ വോട്ട് ചെയ്താലും ജിൻഡോ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് അത്ര നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ 7 വോട്ടുകളോട് കൂടി നിൽക്കുന്നത് പിന്നെ ജിൻഡോയാണ്. അൻസിബ വോട്ടിംഗ് ലിസ്റ്റിൽ ഉള്ളപ്പോൾ തന്നെ അൻസിബയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരാൾ കൂടി വോട്ടിംഗിൽ വരണം എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് അവിടെ എത്തിയിരിക്കുന്ന മത്സരാർത്ഥിയാണ് ഋഷിയുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് അവിടെ അൻസിബയ്ക്ക് പോവാറുണ്ട്. പക്ഷേ ഇത്തവണ അൻസിബയും ഋഷിയും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഋഷിക്ക് 4 വോട്ടുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അൻസിബ ഇത്തിരി ടൈറ്റിൽ ആവോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. എന്തായാലും ഋഷിയും അൻസിബയും ഒരുമിച്ചാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് അർജുനാണ്. അർജുൻ ഭയങ്കരമായിട്ട് സേഫ് ഗെയിം കളിക്കുന്നു. അർജുന് വീടിനുള്ളിൽ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരാണ് അർജുനെ വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അർജുന് ഒരു കോംബോ ഭയങ്കര ഹിറ്റായിട്ട് പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അർജുൻ ശ്രീതു കോംബോ. പക്ഷെ ഇത്തവണ ശ്രീതു നോമിനേഷനിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീതുവിന്റെ വോട്ടുകൾ അർജുനെ കിട്ടുമോ എന്ന് നമുക്ക് സംശയമുണ്ട്. കിട്ടാറുണ്ട് എന്നൊക്കെയാണ് ഒരുവിധം പേരൊക്കെ പറയുന്ന കാര്യവും. പിന്നെ എത്തിയിരിക്കുന്നത് നോറയാണ്. നോറയ്ക്ക് 3 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നോറ വീടിനുള്ളിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികളാണ്. അതുപോലെ തന്നെ നോറയ്ക്ക് പുറത്തും അത്യാവശ്യ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ എന്താവുമെന്ന് അറിയില്ല. പിന്നെ നമുക്കറിയാം 16 ദിവസങ്ങൾക്ക് ഇപ്പുറം വീട്ടിൽ വന്ന് കയറിയ മത്സരാർത്ഥിയാണ് സിജോയ്ക്ക് 2 വോട്ടുകളോട് കൂടി സിജോ ഈ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. കാട്ടുതീയായിട്ട് വന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരാഴ്ചയായിട്ട് ഒരു തീപ്പൊരി പോലും അവിടെ ഉണ്ടാക്കാനായിട്ട് സിജോയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 പേര് സിജോനെ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തവണ നോമിനേഷനിൽ എത്തിയ 9 പേരും അത്ര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ച ആരാണ് പുറത്തു പോവുക എന്നറിയാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്.